ഹായ് ഹലോ ഗൈസ്, ഇന്ന് പോകാൻ പോകുന്നത് ചന്തയിലേക്കാണ് ഗൈസ്. ചന്തയിലേക്ക് വേറെ എങ്ങുമല്ല, ഞങ്ങളുടെ മൈലാപ്പൂർ ചന്തയിലേക്കാണ്. ഞാൻ വിചാരിച്ച് പയ്യെ വണ്ടിയൊന്നും എടുക്കാൻ നിൽക്കേണ്ട, പയ്യെ നമുക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ അയൽക്കാരെയും എല്ലാവരെയും കണ്ട് പയ്യെ പോകുന്നൊരു വൈബ് വേറെ വണ്ടിക്കകത്തൊന്നും പോയാൽ നമുക്ക് കിട്ടത്തില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് ദൂരമുള്ളതെന്ന് പറഞ്ഞാണ് ഈ ചാടിത്തുള്ളി പോയത്. പക്ഷേ നടന്ന് തുടങ്ങിയപ്പോൾ ഒരു ഒത്തിരി ദൂരം തോന്നിക്കുന്നു. നടന്ന് എൻ്റെ അടപ്പ് ഇളകി ഗൈസ്. അങ്ങനെ പോകാൻ നേരത്താണ് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടത്. അപ്പം അയാൾ എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ പൊന്നുമോളെ നീ ഈ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് എവിടെ പോകുന്നു? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമാമ ഞാനിപ്പോൾ പഴയ ആളൊന്നുമല്ല, ഞാനിപ്പോൾ വ്ളോഗറാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ ഇരുന്നങ്ങോട്ട് കിണിയും തുടങ്ങി. ഞാനും പിന്നെ വിട്ടുകൊടുത്തില്ല. ഞാനും പിന്നെ കിണിക്കാതെ ഉള്ളതാണ്. എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഈ 10 ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ വയറ്റിൽ നിന്ന് ഗുളുഗുളി ശബ്ദം കേൾക്കുക. എനിക്ക് അപ്പോഴും ബാത്റൂമിൽ പോകാൻ മുട്ടും. പോയില്ലെങ്കിൽ പിന്നെ ഹുവ. ഈ നിൽക്കുന്നതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ നാട്ടുകാർ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. പാവം ആൾക്കാരാണ്, എല്ലാവരും നല്ല മനുഷ്യരാണ്. ഞങ്ങളെ കൊല്ലക്കാരെ വൈബൊക്കെ കാണണമെങ്കിൽ ഇത് കണക്ക് ചന്തയിലൊക്കെ വരണം. ചുമ്മാ നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റും അവിടെ എവിടെയൊക്കെ പോയി മാളിലൊക്കെ പോയി കറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ചന്തയിൽ വന്നാലേ ഈ വൈബൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. മീനെങ്കിൽ മീൻ നമ്മുടെ മൈലാപ്പൂർ ഏരിയ തന്നെ വന്ന് വാങ്ങണം. നല്ല ലാഭത്തിൽ കിട്ടുകയും ചെയ്യും. നല്ല ഫ്രഷ് മീനും ആയിരിക്കും. ഇവിടെ പിടിക്കാൻ പറഞ്ഞാൽ അവിടെ പിടിക്കാൻ. യൂട്യൂബ് ചൂരയുണ്ട്, ചാളയുണ്ട്, അയിലയുണ്ട്, വങ്കട ഉണ്ടായിരുന്നു. ഏത് വാങ്ങിച്ചോണ്ട് പോകണമെന്ന് ആലോചിച്ചൊരു സങ്കടമായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഏത് മീൻ മേടിക്കണമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് മൊത്തം വട്ടക്കറങ്ങലായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും നിനക്കെന്താ തലകറക്കമാണെന്ന് തോന്നും. തലകറക്കമൊന്നുമല്ല, ഏതെടുക്കണമെന്നറിയാൻ വയ്യ. ഞാൻ നിന്ന് വട്ടം കറങ്ങലായിരുന്നു അവിടെ മൊത്തം. അവസാനം അവിടെ നിന്ന മാമന്മാർ തന്നെ പറഞ്ഞു, നീ ഏതെങ്കിലും എടുക്കുക കൊച്ചേന്ന്. ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം ഇക്കമാരും ഉപ്പാപ്പന്മാരുമാണ്. ഇവരെയൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ നാട്ടുകാരെ മൊത്തം കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഇരിക്കുന്ന ഉപ്പൂപ്പ എൻ്റെ അടുത്ത് നോക്കി, എൻ്റെ പൊന്നുമോളെ നീ എൻ്റെ വീഡിയോ ഒന്നും എടുക്കല്ലേ, എനിക്ക് 2 പെൺമക്കളുള്ളതാണേന്നും പറഞ്ഞ് നെഞ്ചത്തടിയായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ച് എൻ്റെ ഊപ്പാട് വന്നു. ഇല്ല പറഞ്ഞ കണക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ മാനത്തും വലിഞ്ഞു കയറുന്നു അങ്ങനെ ഒരു പാട്ടില്ലേ, അത് കണക്കത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഒത്തിരി വട്ടം ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഞങ്ങളുടെ ഇക്കാർക്ക് നെത്തോലിയാണ് ഇഷ്ടം. അത് കാരണം ഞാൻ ആ മാമാൻ്റെ 100 രൂപയ്ക്ക് നെത്തോലി മേടിച്ചു. അങ്ങനെ 100 രൂപയുടെ മീനൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ചന്തയുടെ അകത്ത് തന്നെ ചെറിയൊരു മലക്കറി കട ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഇതൊക്കെ അവൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തോട്ടേന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു, എടുത്തോ താത്ത എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് തന്നെ ഈ ചീനിയും മേടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ ഈ ഫോൺ പൊട്ടി ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ പൊട്ടി വരിയിരിക്കുന്നതുകൊണ്ട് ഈ സൈഡിലൊക്കെ ചെറിയ എന്താ പറയുന്നത് ഈ ഇരുട്ട് കണക്ക് ഇങ്ങനെ വരത്തില്ല. അത് ഫോൺ പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇച്ചിരി യൂട്യൂബൊക്കെ ഇച്ചിരി ഒന്ന് ക്ലിക്കായിട്ടൊക്കെ വേണം എനിക്കൊരു പുതിയ ഫോണൊക്കെ മേടിച്ച് ഈ മൈലാപ്പൂർ ഏരിയ മൊത്തം ഒന്ന് വിലസാൻ. ഞങ്ങളുടെ വീടിൻ്റെ വഴി ഇതുവഴി കയറി ഇതുവഴി വന്ന് അപ്പുറത്തെ വീട്ടിൽ എൻ്റെ മോളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കിളി ഇങ്ങോട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെട്ട എൻ്റെ നാട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.